ദാവീദിന്റെ രംഗപ്രവേശനം. കർത്താവിന്റെ ആത്മാവ് വിട്ടുപോയ സൗലിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കിന്നര വായന കേൾക്കുന്നത് ഈ പീഡവേളയിൽ ഒരാശ്വാസമാകുമെന്ന് ഭൃത്യന്മാർ അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെയാണ് ദാവീദ് സൗലിന്റെ അടുത്തെത്തുന്നത്. ബത്ലഹേംകാരനായ ജസ്സയുടെ മകനായ ദാവീദ് കിന്നരം വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവുമായിരുന്നു. ദുരാത്മാവ് സൗൾ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അയാൾക്ക് ആശ്വാസം ലഭിക്കുകയും ദുരാത്മാവ് വിട്ടുമാറുകയും ചെയ്തിരുന്നു. ദാവീദും ഗോലിയാത്തും. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. അവർ എഫെസ്-ദമ്മീമിൽ പാളയമടിച്ചു. സൗളും ഇസ്രായേലും എല്ലാ താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരന്നു. അപ്പോൾ ഫിലിസ്ത്യ പാളയത്തിൽ നിന്നും ഗത്തുകാരനായ ഗോലിയാത്ത് എന്നൊരുവൻ മല്ലൻ മുന്നോട്ട് വന്നു. അവൻ ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ പൊറുതി തോൽപ്പിച്ചാൽ ഫിലിസ്ത്യരെല്ലാം ഇസ്രായേലിന്റെ ദാസന്മാരാകും. മറിച്ചായ ഇസ്രായേൽ ഞങ്ങൾക്ക് അടിമകളാകും. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ ഈ വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇസ്രായേൽക്കാരും മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ചില്ല. ഇതറിഞ്ഞ് ദാവീദ് രാജാവിന് മുൻപിലെത്തി ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. രാജാവ് അവനെ യുദ്ധകളത്തിലേക്ക് പോകാൻ അനുവദിച്ചു. പടച്ചട്ടയും വാളും ധരിച്ച് സുഗമമായി നടക്കാൻ കഴിയാത്തതിനാൽ അവ ഊരിവെച്ച് കല്ലും കവണയും മാത്രമായാണ് ദാവീദ് ഗോലിയാത്തിനെ എതിരിടാൻ എത്തിയത്. ശത്രുക്കൾ ദാവീദിനെ പരിഹസിച്ചു. എന്നാൽ ദാവീദാട്ടെ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയെ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തുളഞ്ഞു കയറി ഗോലിയാത്ത് മുഖം കുത്തി വീണു. അപ്പോൾ ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്മേൽ കയറി നിന്ന് അവന്റെ വാൾ ഉരയിൽ നിന്ന് വലിച്ചൂടി അവനെ കൊന്നു. ഗോലിയാത്ത് വധിക്കപ്പെട്ടെന്ന് കണ്ട് ഫിലിസ്ത്യർ പിന്തിരിഞ്ഞോടി. സൗളിന്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ വധിച്ച ശേഷം മടങ്ങി വരുമ്പോൾ ഇസ്രായേൽക്കാർ വാദ്യമേളങ്ങളുമായി ദാവീദിനെ എതിരേറ്റു. അവർ ഉറക്കപ്പാടി, സൗൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇത് കേട്ട് സൗൾ അസ്വസ്ഥനായി. ദാവീദിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട അയാൾ എങ്ങനെയെങ്കിലും ദാവീദിനെ വധിക്കണമെന്ന് നിശ്ചയിച്ചു. അതിനായി പലതവണ ശ്രമിച്ചെങ്കിലും ദാവീദ് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു. ദാവീദിനെ കൊന്നുകളയണമെന്ന് സൗൾ പുത്രനായ ജോനാഥനോടും നിർദ്ദേശിച്ചു. എന്നാൽ ജോനാഥൻ ദാവീദിനെ ഏറെ സ്നേഹിച്ചിരുന്നു. ജോനാഥന്റെ നിർദ്ദേശമനുസരിച്ച് ദാവീദ് കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടി.